ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിട്ടാണുള്ളത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള കാന്താരി ചിക്കനുമായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അധികം വലിച്ചു നീട്ടില്ലാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ കാന്താരി ചിക്കന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 4 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു 100 ഗ്രാം കാന്താരി, പിന്നെ ഒരു പാക്കറ്റ് വറ്റൽമുളക്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 സ്പൂണ് ഗരം മസാലയും 1 സ്പൂണ് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിൻ്റെ കണക്കനുസരിച്ചിട്ട് ചേർത്താൽ മതി. എനിക്കിവിടെ നല്ല എരിവ് വേണം, അതുകൊണ്ട് ഞാൻ 1 സ്പൂണ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ക്രഷ് ചെയ്തെടുക്കണം. നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഞാനിത് നല്ലോണം പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു ഏകദേശം 6 hours നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില ചേർത്തിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ 2 സൈഡും ഇതേപോലെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടെ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആൻഡ് നമ്മുടെ കാന്താരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് കമൻറ്റിൽ അറിയിക്കണം. സോ ഇതൊരു അടിപൊളി റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.